നീ എന്താ ഇത്ര കറുത്തിരിക്കുന്നത്? നീ എന്താണ് ഇങ്ങനെ ഡുങ്കലായിട്ടിരിക്കുന്നത്, കറുത്തിരിക്കുന്നത് എന്ന് എന്നോട് ഇവിടുത്തെ ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ റേസിസം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ജർമ്മനിയിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും കുറവല്ല. എനിക്ക് ഇതുപോലൊരു ഉണ്ട്. ചേച്ചി ജർമ്മനിയിൽ പോയിട്ട് വെളുത്തിട്ട് പാറിയില്ലേ? അപ്പം പലർക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ജർമ്മനി വന്നാൽ വെളുക്കുമെന്ന്. ജർമ്മൻകാർ പറയുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ ബ്രൗൺ സ്കിൻ ടോൺ എന്ന് പറയും. ഇവർ പറയും നീ കറുപ്പ്, അതായത് ഡുങ്കൽ, നീ കറുപ്പാണ് എന്ന് തന്നെ പറയും. അപ്പം ഒരിക്കലും ഞാൻ ഇവിടെ ജർമ്മനിയിൽ ഇല്ല എന്ന് പറയത്തില്ല കേട്ടോ. റേസിസം ഇവിടെ ഉണ്ട്. ഉള്ളേരിയയിലേക്കാണെങ്കിൽ കൂടുതലും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഉള്ളേരിയയിലേക്ക് ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഞങ്ങൾ പൗസ് എടുത്തുകൊണ്ട്, അതായത് ബ്രേക്ക് എടുത്തുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച സമയത്ത് എൻ്റെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നീ എന്താ ഇത്ര ഡുങ്കലായിട്ടിരിക്കുന്നത്? അപ്പം എനിക്ക് പെട്ടെന്ന്, അതായത് ഇവർ സൊണ്ണ ബ്രെൻഡ് എന്ന ആ ഒരു കളറിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ വേർഡ് പെട്ടെന്ന് കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോൾ എന്നോടുള്ള ഇന്ത്യൻസ് പറഞ്ഞു, അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നീ എന്താ കറുത്തിരിക്കുന്നത്, അതായത് നിനക്ക് സൺബേണിൻ്റെ കളറാണല്ലോ, സൺബേൺ അടിച്ച പോലെയാണല്ലോ. അതായത് അപ്പം ഞാൻ അതിന് മറുപടി കൊടുത്തു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും കറുത്തതാണ്, അതുകൊണ്ട് ഞാനും കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൽ ഉദ്ദേശിച്ച അണ്ടർ മീനിങ് എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഇതേ ചോദ്യം തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ രീതി കുറച്ച് മാറിയെന്നേ ഉള്ളൂ. ആദ്യമായിട്ട് നിഷ്കളങ്കമായിട്ട് എന്നോട് റേസിസം എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞത് അതെൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. ഞാൻ ആദ്യത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോൻ എന്താ മോനെ ജർമ്മനിയിൽ പോയിട്ട് വെളുക്കാത്തത്, നീ കുവൈറ്റിൽ പോയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി കളറുണ്ടായിരുന്നല്ലോ എന്ന് ആദ്യമായിട്ട് ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചോദിച്ച വ്യക്തിയാണ്. ഇതേ ചോദ്യം തന്നെ പലരും ഫ്രണ്ട്സും അല്ലെങ്കിൽ നൈബേഴ്സും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടല്ലേ, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ പോയിട്ട് വന്നപ്പോൾ ഇതിലും കളറുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാട്ടിൽ നിന്നപ്പോൾ കുറച്ചും കൂടി കളറുണ്ടായിരുന്നു, യൂറോപ്പിൽ പോയിട്ട് വന്നിട്ട് എന്താ കളർ വെക്കാത്തെ? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതൽ ചോദിക്കുന്ന കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് യങ് ആയിട്ടുള്ള ആൾക്കാർ. അവർ പരസ്പരം പറയുമായിരിക്കും, ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ എന്നാലും അവർ നേരിട്ട് നമ്മളോട് ചോദിക്കത്തില്ല. അവർ നമ്മുടെ വികാരങ്ങളെയും അല്ലെങ്കിൽ വിചാരങ്ങളെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. റെസ്പെക്റ്റ് ചെയ്യത്തില്ലെന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും കുറയ്ക്കാറുണ്ട്. എന്നാൽ ഇപ്പം റേസിസിൻ്റെ കാര്യം പറയുമ്പോൾ നാട്ടിൽ വെച്ച് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. അത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ, അത് 2014 എൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്താണ്. അപ്പം ഞാനൊരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർ കല്യാണത്തിന് വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കയറി ചായയൊക്കെ കുടിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് ആദ്യം ചോദിച്ചു, കുവൈറ്റിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിന് വെളുക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനങ്ങ് ഞെട്ടിപ്പോയി. അതായത് നമ്മളെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ആ ഒരു ഇതിലൊക്കെ നിൽക്കുന്ന സമയമല്ലേ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, ഈ ചോദ്യം എന്നോട് ചോദിച്ചതിന്. അപ്പോൾ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ജീവിച്ചു. പക്ഷേ ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, നേരത്തെ പോലെ വെളുത്തിട്ടില്ലല്ലോ, അത്ര കളർ വെച്ചിട്ടില്ലല്ലോ, പോയിട്ട് വന്നിട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ചേച്ചി ഞാൻ എൻ്റെ തൊലി വെളുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത്, എൻ്റെ കുടുംബം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലെങ്കിൽ